സാർ നമസ്കാരം. നമസ്കാരം. കണ്ണൂരിൽ CPM ഒപ്പത്തിനൊപ്പം അടിച്ചു നിൽക്കാൻ തണ്ടലുള്ളൊരു നേതാവ് കെ സുധാകരൻ എന്തടാ എന്ന് ചോദിച്ചാൽ ഏതടാ എന്ന് ചോദിച്ചുകൊണ്ട് തിരിച്ച് ഒന്ന് കിട്ടിയാൽ 4 കൊടുക്കണം എന്നുള്ള സിദ്ധാന്തം, ഗാന്ധിയൻ സിദ്ധാന്തങ്ങളെല്ലാം പരിയത്ത് വെച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തനം നടത്തിയ കെ സുധാകരൻ കണ്ണൂരിലെ ഗർജിക്കുന്ന സിംഹം എന്ന് തന്നെയാണ് അറിയപ്പെട്ടത്. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ നിലവിൽ കോൺഗ്രസിൻ്റെ MP-മാരാരും നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട എന്നൊരു ചട്ടം ഉണ്ട്. അതുകൊണ്ട് തന്നെ സുധാകരൻ അടക്കമുള്ള MP-മാർക്ക് മത്സരിക്കാൻ അവസരം കൊടുക്കുന്നില്ല. ഈ വിഷയത്തിൽ സുധാകരൻ ഉണ്ടാക്കിയ പുകില് സാറടക്കമുള്ള കേരളത്തിലെ പ്രബുദ്ധരായ രാഷ്ട്രീയ സമൂഹം കണ്ടുനിന്നതാണ്. രാഷ്ട്രീയ പാപ്പരത്തം കണ്ട് അമ്പരന്ന് പോയതാണ്. സുധാകരൻ 4 ദിവസമാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിത്വ ചർച്ചകൾക്ക് കീറാമുട്ടിയായി വഴിമുട്ടി നിന്നുകൊണ്ട് മുറിയടച്ചെറിഞ്ഞ് അവരെ പ്രതിസന്ധിയിലാഴ്ത്തിയത്. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. വീണ്ടും VD സതീശന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുമെന്നറിഞ്ഞപ്പോൾ അവിടെയും ഇടങ്കോലിട്ടുകൊണ്ട് സുധാകരൻ തൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഫലത്തിൽ സുധാകരൻ്റെ താല്പര്യങ്ങളൊന്നും നടന്നില്ല. ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഓപ്പറേഷൻ തൂഫാൻ എന്ന പരിപാടിക്ക് ആശംസ അർപ്പിച്ചുകൊണ്ട് പിന്തുണ അറിയിച്ചുകൊണ്ട് എറണാകുളത്ത് സുധാകരൻ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നു. എന്നാൽ എറണാകുളം DCC ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഔദ്യോഗിക പരിപാടിയല്ല താനും. എറണാകുളത്ത് കോൺഗ്രസിന്റെ മറ്റേതെങ്കിലും ചുമതല സുധാകരൻ ഇല്ല. അങ്ങനെയെങ്കിൽ സുധാകരൻ എറണാകുളത്ത് വന്ന് ഓപ്പറേഷൻ തൂഫാൻ എന്ന പരിപാടിക്ക് ആശംസ അർപ്പിച്ചുകൊണ്ട് പങ്കെടുത്ത പരിപാടിയുടെ ദൃശ്യങ്ങൾ കണ്ടപ്പോഴാണ് ഒരുപക്ഷെ ഞാനും സാറും പൊതുവെയുള്ള ജനങ്ങളുമെല്ലാം കണ്ട് ഞെട്ടിത്തരിച്ചത്. കാരണം ആ പരിപാടിയിൽ പങ്കെടുത്ത ബഹുഭൂരിപക്ഷം ആളുകളും മട്ടാഞ്ചേരിയിലും കൊച്ചി പരിസര പ്രദേശങ്ങളിലും അറിയപ്പെടുന്ന ഗുണ്ടകളും മാഫിയ സംഘ തലവന്മാരുമായിരുന്നു. സുധാകരൻ്റെ ഈ യോഗത്തിന് ശേഷം ഈ മാഫിയ സംഘത്തിൽപ്പെട്ട ചില ആളുകൾ ഒരു ബാർ ഹോട്ടലിൽ ചെന്ന് അത് അടിച്ചു തകർക്കുന്നതും അവിടെയുള്ള ഒരാളുടെ തല തല്ലിപ്പൊളിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു ന്യായീകരണം വന്നിരിക്കുന്നു. അവർ സുധാകരനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ആരും ഒരു യോഗം വിളിച്ചിട്ടില്ല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരറിയാതെ, വകുപ്പ് മന്ത്രി അറിയാതെ ആരും ഒരു യോഗം വിളിക്കില്ല. ആരെങ്കിലും വ്യക്തിപരമായ ഒരു യോഗം വിളിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം പാർട്ടിക്കല്ല, ഞങ്ങൾക്കില്ല എന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി തീർത്തു പറഞ്ഞിരിക്കുന്നു. സാർ, എങ്ങനെയാണ് സുധാകരൻ്റെ ഈ നീക്കങ്ങളെ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ, ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന രീതിയിൽ, പ്രതിബദ്ധതയുള്ള ഒരു പൗരൻ എന്ന രീതിയിൽ സാർ വിലയിരുത്തുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ സുധാകരൻ കോൺഗ്രസിന് ഒരാവശ്യമായൊരു ഘട്ടം കണ്ണൂരിലുണ്ടായിരുന്നു. പ്രത്യേകിച്ചും സായുധരായ CPM അണികൾക്കെതിരായി കോൺഗ്രസ്സുകാരെ തോറ്റോടി പിന്തിരിഞ്ഞോടുന്ന ഘട്ടത്തിൽ കണ്ണൂരിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ എന്തടാ എന്ന് ചോദിച്ചാൽ ഏതടാ, നീ ആരടാ എന്ന് ചോദിക്കാൻ കഴിവുള്ള ഒരു നേതാവായി സുധാകരൻ വളർന്നു വന്നു എന്നത് ശരിയാണ്. ഒരു ഘട്ടത്തിൽ അത് ആവശ്യവുമാവും. ആ രീതിയിൽ സുധാകരന് ഒരു ഇമേജ് കേരളം ഒട്ടുക്ക് കിട്ടി. കണ്ണൂർ സുധാകരൻ മാത്രമല്ല, പിണറായി വിജയനുമായി നേരിട്ട് നിന്ന് ഈ പറഞ്ഞതുപോലെ ബ്രണ്ണൻ കോളേജ് അനുഭവങ്ങളും കത്തിയുടെ ഇടയിൽ കൂടി പോയതും വെടിവാളിൻ്റെ ഇടയിൽ കൂടി പോയതുമായി ബന്ധപ്പെട്ടതും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലും ഒക്കെ നടത്തി. പക്ഷേ സുധാകരൻ ഒരു കാലഹരണപ്പെട്ട നേതാവാണ് എന്ന് അദ്ദേഹം തന്നെ കുറെ കാലമായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ MP-മാർക്ക് സീറ്റ് കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഹൈക്കമാൻഡ് തീരുമാനിച്ച് സുധാകരന് മാത്രം ഒരു എക്സെപ്ഷൻ കൊടുക്കാൻ എന്ന് പറഞ്ഞ് വാശി പിടിച്ച സുധാകരൻ്റെ കൂടെ വേറെ ആളുകളെ കൂട്ടി അടൂർ പ്രകാശ് ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റേ MK രാഘവൻ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു. കൊടിക്കുന്നിൽ സുരേഷ്, പല പേരുകളും കേട്ടിരുന്നു. അവസാനം ഹൈക്കമാൻഡ് സ്ട്രോങ് ആയൊരു തീരുമാനമെടുത്തു, MP-മാരും മത്സരിക്കേണ്ട. അത് ശരിയായ തീരുമാനമായിരുന്നു. കാരണം എന്താ, ഒന്ന് MP-മാർ മത്സരിച്ചാൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും. ലോക്സഭയിൽ കോൺഗ്രസിന്റെ പ്രാതിനിധ്യം കുറയുന്നു മാത്രമല്ല, വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും. അത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ MLA-മാർ മത്സരിച്ചു. LDF നിന്നും UDF നിന്നും MLA-മാർ മത്സരിച്ചു. അതിൻ്റെ ബൈ ഇലക്ഷൻ നടന്നു. ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ ഷാഫിയുടെ തെരഞ്ഞെടുപ്പ് ആയാലും മറ്റൊക്കെ നമ്മൾ കണ്ടു ആലപ്പുഴയിൽ. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടുപോകേണ്ടതില്ല എന്ന ഹൈക്കമാൻഡ് തീരുമാനം ശരിയായിരുന്നു. അത് ഹൈക്കമാൻഡ് ഉറച്ചു നിൽക്കുകയും സുധാകരന് അവസാനം ഞാൻ പാർട്ടിക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ് കീഴടങ്ങേണ്ടി ഒരു നാണം കെട്ട രൂപത്തിൽ സുധാകരൻ പോരുകയും ചെയ്തു. അതിലെനിക്ക് ഒരു കാര്യമുള്ളത്, സുധാകരൻ എന്താ പറഞ്ഞതെന്ന് മാധ്യമങ്ങൾ പറഞ്ഞത് മാത്രമേ നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടില്ല. അത് മോഹമാണ്. സുധാകരൻ ഒരു മാധ്യമത്തോട് സംസാരിച്ചിട്ടില്ല.
സുധാകരൻ്റെ ആളുകൾ എന്ന് അവകാശപ്പെടുന്ന കുറേ ആളുകൾ അവിടെ ഇവിടെ നിന്ന് സുധാകരന് വേണ്ടി വെല്ലുവിളി നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സുധാകരൻ്റെ ഒരു കാലഹരണമാണ് അവിടെ കാണുന്നത്. അതിന് കാരണം സുധാകരൻ ഇതൊക്കെ നിന്നിട്ടും, സുധാകരൻ വേണ്ടത്ര സംതൃപ്തനല്ലാതിരുന്നിട്ടും ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസിന് ഇത്രയും വലിയൊരു വിജയം കണ്ണൂരിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ UDF തളിപ്പറമ്പിലും പയ്യന്നൂരും ജയിക്കുന്നു, ഞെട്ടിക്കുന്ന ജയമുണ്ടാകുന്നു. ധർമ്മടത്ത് 6ാമത്തെ റൗണ്ട് വരെ പിണറായി വിജയൻ പിന്നിൽ പോകുന്നു. മട്ടന്നൂരും കല്യാശ്ശേരിയിലുമൊക്കെ വോട്ട് കാര്യമായി കുറയുന്നു. സാർ അതുപോലെ ഒന്ന് ഇടപെടാണെന്ന് വിചാരിക്കുന്നത്, പിണറായി വിജയന്റെ ഭൂരിപക്ഷം ഏതാണ്ട് 20,000-ത്തിനടുത്തേക്ക് അതാ പറഞ്ഞ 6 റൗണ്ടിൽ പിന്നിൽ നിന്നു കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നേ പറയാൻ പറ്റും ആ മണ്ഡലത്തിൽ. അല്ലെങ്കിൽ മറ്റ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ പോലും അതിന്റെ ഇമ്പാക്ട്സ് ഉണ്ടായി. സന്ദീപ് വാര്യരൊക്കെ ജയിക്കുന്നത് അതിന്റെ നായനാരുടെ മണ്ഡലം. അപ്പോ സുധാകരൻ ഇല്ലെങ്കിലും ജനങ്ങൾ വേണമെങ്കിൽ UDFനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് എന്ന അർത്ഥത്തിൽ അവിടെ വരികയും മാത്രമല്ല CPM-നും പഴയതുപോലെ ഒരു ഗുണ്ടാ രാഷ്ട്രീയം അവിടെ നടത്താൻ കഴിയാത്തൊരു സ്ഥിതി വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ അതൊരിക്കലും CPM-ന് തിരിച്ചു വരാൻ പറ്റില്ല. ഗുണ്ടാ രാഷ്ട്രീയം CPM RSS സംഘർഷം ഏതാണ്ട് അവസാനിച്ച മട്ടിലാണ് നമ്മളത് കാണുന്നത്. അതിന്റെ രാഷ്ട്രീയ കാരണങ്ങളുണ്ടാവും, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്തായാലും സംഘർഷം അവസാനിച്ച് നന്നായി തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സംഘർഷം അവസാനിക്കുന്ന ഒരു ഘട്ടത്തിൽ സുധാകരനെ പോലൊരു നേതാവിന് ഒരു പ്രസക്തിയില്ല. സുധാകരൻ പിന്നെ വിവാദം ഉണ്ടാക്കുന്നതിൽ വളരെ പ്രസിദ്ധനാണ്. സാർ പറഞ്ഞു വന്നത് ഗുണ്ടായിസം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ സുധാകരനും അവിടെ പ്രസക്തി ഇല്ല എന്നുള്ളത് തന്നെയാണോ? അതാണ് കാരണം. സുധാകരന്റെ പോലൊരു, ഞാൻ സുധാകരൻ എന്നുള്ള വ്യക്തിയല്ല, അത്തരം ഒരു രാഷ്ട്രീയത്തിന് ഇനി അവിടെ പ്രസക്തിയില്ല. രാഷ്ട്രീയ ശൈലിക്ക് ഇനി അവിടെ പ്രസക്തിയില്ല. കാരണം അത് ഞാൻ പറഞ്ഞ ഒളിപ്പോര് നടത്തുന്ന ഒരു പാർട്ടിയുടെ രീതിയല്ലല്ലോ ഈ ഇലക്ഷൻ മത്സരിക്കുന്ന ഒരു പാർട്ടി. CPM-നൊക്കെ പറ്റുന്ന പ്രശ്നം അതാണ്. ഒളിപ്പോരിൽ നിൽക്കുന്ന ഒരു പാർട്ടിക്ക് ഒരു രീതിയുണ്ട്. ഇപ്പൊ നക്സൽ മാവോയിസ്റ്റുകൾ പ്രവർത്തിക്കുന്ന രീതിയിലല്ലല്ലോ CPI-യും CPM-ഉം CPM-ലും ഒക്കെ പ്രവർത്തിക്കുന്നത്. അത് വേറെ രീതിയിലാണ്. അപ്പൊ ആളുകളുടെ സ്വഭാവത്തിൽ മാറ്റം വരും, ജനാധിപത്യ ഘടനയിൽ മാറ്റം വരും. സുധാകരൻ അങ്ങനെ മാറാൻ തയ്യാറുണ്ടോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. മാറാൻ തയ്യാറുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായി ഉണ്ട്. കാരണം എല്ലാവരും മാറും. അത് കണ്ണൂരിൽ പലരും മാറിയിട്ടുണ്ട്. ജനങ്ങളല്ലാതെ തന്നെ പിന്തുണ നൽകുന്നുണ്ട്, പേടിപ്പിക്കൊന്നും വേണ്ട. ഇപ്പോൾ അതാ പറഞ്ഞ പയ്യന്നൂരും തളിപ്പറമ്പിലും ജയിക്കാമെങ്കിൽ എന്ന് പറഞ്ഞ് അത് CPM-നെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഏറ്റവും വലിയ അടിയാണ്. സർ, കണ്ണൂരിന്റെ രാഷ്ട്രീയ സ്വഭാവം തന്നെ മാറി എന്നുണ്ട് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും കണ്ണൂരിന്റെ രാഷ്ട്രീയ സ്വഭാവം മാറി എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. CPM ജയിക്കില്ല എന്നല്ല, CPM-ന് ഇനി കിട്ടുകയും ജയിച്ചേക്കാം. അത് പല മണ്ഡലവും മാറി വന്നേക്കാം, അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. ആധിപത്യം, സമഗ്ര ആധിപത്യം ഉണ്ടായിരുന്നത് പോയി. സുധാകരൻ, ഞാൻ പറഞ്ഞു വന്നതാണ്, സുധാകരൻ ഇതിനു മുമ്പ് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇലക്ഷൻ കാലത്ത് മാത്രമല്ല. അപ്പോൾ സുധാകരൻ ഈ ഇലക്ഷൻ കാലത്ത് വിവാദം ഉണ്ടാക്കിയിട്ട് കേരളത്തിൽ ഒരു ഇമ്പാക്റ്റും അത് ഉണ്ടാക്കിയില്ല എന്ന് നമ്മൾ ആലോചിക്കണം. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഒരു ഇമ്പാക്ട് 4 ദിവസം ചാനലുകൾ മുഴുവൻ സുധാകരൻ അത് പറയും, സുധാകരൻ മത്സരിക്കും, 15 പേര് മത്സരിക്കും ചർച്ച ചെയ്തിട്ടും കേരളത്തിലെ വോട്ടർമാരുടെ മനസ്സിൽ ഒരു ഇമ്പാക്റ്റും അത് ഉണ്ടാക്കിയില്ല. ഞാൻ ചാനലുകൾ ഒരു ആത്മപരിശോധന നടത്തണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം അതാണ്. കാരണം എവിടെ നിന്ന് അവർക്ക് വിവരം കിട്ടണേ, എങ്ങനെയാണ് അവർ കിട്ടണേ, സ്വന്തം ഇഷ്ടപ്രകാരം കൊടുക്കുന്നതാണെന്നൊക്കെയുള്ള പ്രശ്നമുണ്ട്. അത് വേറൊരു വിഷയമായതുകൊണ്ടാണ് വിട്ടത്. സുധാകരൻ ഇതിനു മുമ്പ് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. RSS ശാഖയ്ക്ക് ഞാൻ കാവൽ നിന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സുധാകരനുണ്ട്. അന്ന് സുധാകരൻ BJP-യിലേക്കാണോ എന്ന് വരെ സംശയിച്ചിട്ടുണ്ട്. കാരണം സുധാകരൻ അന്ന് സംഘടനാ കോൺഗ്രസിന്റെ ആളായിരുന്നു. അന്ന് BJP-യുമായി സംഘടനാ കോൺഗ്രസ് സഖ്യത്തിലുണ്ടായിരുന്നു. ജനതാ പാർട്ടി രൂപീകരിക്കുമ്പോൾ ഇവര് ചേർന്നിട്ടാണ് ഒരു പാർട്ടി ഉണ്ടാക്കിയത്. അതൊക്കെ ഉണ്ട്. ആ ജനതാ പാർട്ടിയുടെ പിന്തുണ CPM വാങ്ങിയിട്ടുണ്ട്. ഞാൻ അതും പറയുന്നില്ല, CPM-കാർ പറയുന്നതല്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് പിന്നെ നമുക്കറിയാം എറണാകുളത്ത് തന്നെ സുധാകരന്റെ ബന്ധങ്ങൾ അത്ര നല്ല ബന്ധങ്ങളായിരുന്നില്ല. മോൺസൺ മാവുങ്കൽ എന്ന് പറയുന്ന വളരെ വിവാദമായ ഒരാൾ ശാരീരിക ചികിത്സയ്ക്ക് വന്നു. പക്ഷെ അതിലിപ്പോ സുധാകരൻ നമുക്ക് ഞാൻ കുറ്റം പറയില്ല. കാരണം വെച്ചാൽ DGP-യും ADGP-യും കാവലിരിക്കുന്ന സ്ഥലത്ത് സുധാകരൻ വന്നാൽ അയാൾ ക്രിമിനലാന്ന് നമ്മളെങ്ങനെ അറിയും? ഇപ്പോഴത്തെ പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്ന ആൾ അന്നവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ മെട്രോയുടെ തലപ്പത്തിരിക്കുന്ന ആൾ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അന്ന് DGP ആണ്. ഞാൻ പറഞ്ഞു വന്നത്, എങ്കിലും സുധാകരന്റെ അത്തരം ബന്ധങ്ങൾ പല രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഒരു രാഷ്ട്രീയ നേതാവിന് യോജിച്ച രീതിയിലല്ല അതുണ്ടായത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ തുഫാൻ ഒരു സംശയവും വേണ്ട കേരളത്തിൽ നല്ല ഇമ്പാക്ട് ഉണ്ടാക്കി. അത് നമ്മൾ ദിവസവും കാണുന്നുണ്ട്. എല്ലാ മാധ്യമങ്ങളും അത് അംഗീകരിക്കുന്നുണ്ട്. അത് അത്യന്താപേക്ഷിതമായ പരിപാടിയാണ്. അതാണ് അത്യന്താപേക്ഷിതം മാത്രമല്ല, കാരണം കേരളം മയക്കുമരുന്നിൽ മുങ്ങിപ്പോയിരിക്കുന്ന ഒരു ഘട്ടമാണ്. ചെറിയ കുട്ടികൾ പോലും മയക്കുമരുന്നിന്റെ പിടിയിൽപ്പെട്ടിരിക്കുന്നു. പെൺകുട്ടികൾ പോലും വ്യാപകമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായി കോളേജുകളിൽ നിന്ന് ആളുകൾ പറയുന്നു. പല ടീച്ചേഴ്സും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, കുട്ടികളോട് സംസാരിക്കാൻ പോലും പറ്റില്ല. കാരണം എന്താ അവർ പറയാന്ന് പറയാൻ പറ്റില്ല. പെൺകുട്ടികൾ പോലും തെറി പറയുന്ന ഒരവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുന്നു. ഞാൻ പെൺകുട്ടി തെറി പറയാം, ആൺകുട്ടി പറയാന്നല്ല പറഞ്ഞു, എങ്കിൽ പോലും അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അങ്ങനെ പോലും എത്തിയിരിക്കുന്നു എന്ന് ടീച്ചർമാർ പറയുന്ന ഒരു ഘട്ടത്തിലാണ് ഓപ്പറേഷൻ തുഫാൻ വരുന്നത്. അത് ഒരുവിധം നന്നായി പോകുന്നുണ്ട്. കേരളത്തിലെ പോലീസിന്റെ എല്ലാ പരിമിതിയും വെച്ചുകൊണ്ട്
കേരളത്തിന് പുറത്തുനിന്ന് വരുന്നത്. ഇന്നലെ 80 കിലോ കഞ്ചാവ് പബ്ലിക്കായിട്ട് കത്തിച്ചു. സാറ് കഴിഞ്ഞ ആഴ്ച പെരുമ്പാവൂരിന്ന് മാത്രം 15 കോടിയുടെ കഞ്ചാവ് പിടിച്ചു. അപ്പോൾ കഞ്ചാവ് പിടിക്കുന്നു, MDMA. അപ്പോഴും ഒരു കാര്യമുണ്ട്, ഞാൻ 100% വിജയിച്ചു എന്ന് പറയാറായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ പുറത്തുനിന്ന് വരുന്നതിനെ എങ്ങനെ തടയാം. അതിനിപ്പോൾ നർക്കോട്ടിക്സ്, സെൻട്രൽ നർക്കോട്ടിക്സുമായിട്ടും കസ്റ്റംസുമായിട്ടും കോസ്റ്റ് ഗാർഡുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല കാര്യം, അത് ചെയ്യണം. അതിനൊരു രാഷ്ട്രീയ പാർട്ടി എതിർക്കില്ല. കാരണം എതിർത്താൽ പെട്ടെന്ന് എക്സ്പോസ്ഡ് ആയി. കേരളമില്ല, അവിടെ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. അതുകൊണ്ട് ആ ഓപ്പറേഷനെ എല്ലാവരും സർവാത്മന സ്വാഗതം ചെയ്തു. സാമുദായിക നേതാക്കന്മാർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാംസ്കാരിക സംഘടനകൾ എല്ലാവരും അതിൻ്റെ കൂടെ നിൽക്കുകയാണ്. നമുക്ക് നിന്നേ പറ്റുമോ? തീർച്ചയായും. അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അത് കേരളം മുഴുവൻ ഒന്ന് പച്ച പിടിച്ച് വരുന്ന ഘട്ടത്തിലാണ് സുധാകരൻ്റെ ഈ വേണ്ടാതീനം ഇവിടെ നടക്കുന്നത്. ഒന്ന്, അങ്ങനത്തെ ഓപ്പറേഷൻ തുഫാൻ എന്ന് പറയുന്നത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു പോലീസും ജനങ്ങളും ചേർന്നിട്ടുള്ള ഒരു പരിപാടിയാണ്. ആ പരിപാടിയിൽ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, എല്ലാവരും അതിന് പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സുധാകരൻ കോൺഗ്രസ് എന്നുള്ള നിലയ്ക്ക് എറണാകുളത്ത് അങ്ങനെ ഒരു യോഗം വിളിക്കുമ്പോൾ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കണം. തീർച്ചയായും അറിയിക്കണം. കാരണം കോൺഗ്രസ് ഇതിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ഔദ്യോഗിക പരിപാടിയാണ് അറിയിക്കണം. ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടില്ല. അവർ തന്നെ അറിയുന്നത് പത്രവാർത്തകൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുമ്പോഴാണ്. രണ്ടാമത്, ഇതിൽ ഏറ്റവും പ്രധാനം, ഈ കോൺഗ്രസിനെ അറിയിച്ചില്ലെങ്കിലും പോലീസിനെയും തൂഫാൻ ആ ടീമിനെ അറിയിക്കണം. എറണാകുളം വലിയ തോതിൽ, കൊച്ചിയും പെരുമ്പാവൂരും കാക്കനാടും ഒക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കും. അവിടെയൊക്കെ ഇതിൻ്റെ ഒരു ഹബ്ബുകൾ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത്, എറണാകുളം പോലൊരു സ്ഥലത്ത്, പുറത്തുനിന്ന് വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇത് ചെയ്യുമ്പോൾ ആദ്യം അറിയിക്കേണ്ടത് ഇവിടുത്തെ പോലീസിനെയാണ്. പോലീസിനെ അറിയിക്കുന്നില്ല. മൂന്നാമത്, വിളിച്ചു കൂട്ടിയ ആളുകളുടെ ലിസ്റ്റ് കണ്ടപ്പോഴാണ് നമ്മളെ ഞെട്ടിപ്പോയി. കാരണം ഇവിടുത്തെ മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ ആളുകൾ കളിയാക്കുന്ന ആളുകൾ. അല്ല സാർ, അതുകൊണ്ട് തന്നെയാണ് പോലീസിനെ അറിയിക്കാതിരുന്നെന്ന് തോന്നുന്നു. കാരണം പോലീസ് വന്നത് നടക്കില്ലല്ലോ. അല്ല, അവിടെയാണ് പ്രശ്നം. മട്ടാഞ്ചേരി മാഫിയ എന്നറിയപ്പെടുന്നു. ഇവിടെ ബ്യൂട്ടി പാർലർ കേസിൽ, വെടിവെപ്പ് കേസിൽ പ്രതിയായ ബിലാൽ അടക്കമുള്ള ആളുകൾ ഇതിൽ വരുന്നു. ഒന്നാമത്തെ ചോദ്യം, ഇവരുമായിട്ട് സുധാകരൻ എന്താണ് ബന്ധം? അത് സുധാകരൻ മറുപടി പറഞ്ഞേ പറ്റൂ. ഈ ആളുകളുമായിട്ട് ഞാനിപ്പോൾ ഇവരാരും കഞ്ചാവ് കൃഷി അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ ആളുകളാണെന്ന് എനിക്ക് പറയാൻ എൻ്റെ തെളിവൊന്നുമില്ല. പക്ഷേ സംശയാസ്പദമായി ഇവരുമായി എന്താണ് സുധാകരൻ ബന്ധം? സാറ് പറഞ്ഞതാണ് അതിൽ ഒരു പ്രസക്തിയേറിയ ഒരു കാര്യം. ഇവര് മാഫിയ സംഘങ്ങൾക്ക് മയക്കുമരുന്നുമായിട്ട് ബന്ധം നമുക്കറിയില്ല. പക്ഷേ സുധാകരൻ ഇവരുമായിട്ടുള്ള എന്താണ്? അതാണ് പ്രശ്നം. സുധാകരൻ ഇവരുമായിട്ട് ഒരു MP ആണ്, വളരെ സമുന്നതനായ ഒരു സീനിയർ കോൺഗ്രസ് നേതാവാണ്, ഇപ്പോഴുള്ള ഗവൺമെന്റിന്റെ ഭാഗമാണ്. ഇതൊക്കെ ഇരിക്കുന്ന ഒരാൾ, പണ്ട് കുറച്ചു കാലം മുമ്പ് ഒരു KPC പ്രസിഡന്റ് ആയിരുന്നല്ലോ, അങ്ങനെ ഒരാൾ ഈ സംശയാസ്പദമായ ആളുകളുമായി കൊച്ചിയിൽ അങ്ങനെ ഒരു യോഗം വിളിക്കുന്നത് എന്തിന്? അത് തുഫാൻ ഇതിനു വരില്ലേ? അദ്ദേഹത്തിന് ഒരു ബർത്ത്ഡേ ആഘോഷിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രിസ്മസിനോ ആവശ്യമാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. തുഫാന്റെ പേരിലാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് വളരെ അങ്ങേയറ്റം നികൃഷ്ടമായ ഒരു പ്രവൃത്തിയാണ്. തീർച്ചയായും അത് സമൂഹത്തിലെ പുഴുക്കുത്തുകളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്, സാമൂഹ്യ സംരക്ഷണത്തിന് വേണ്ടിയാണ് തൂഫാൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആ പരിപാടിയുടെ ആശംസ അർപ്പിച്ചുകൊണ്ട് ഒരു പറ്റം സാമൂഹ്യ വിരുദ്ധരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് സുധാകരൻ അത്തരം ഒരു പരിപാടി നടത്തിയെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നില്ല. അല്ല, അതിന്റെ അർത്ഥം, അതിന് പല അർത്ഥങ്ങൾ എടുക്കാം. ഞാൻ അതിന് ഒരു വ്യാഖ്യാനം വേണ്ടി കൊടുക്കാം. ഈ ഗുണ്ടകളുടെ കൂടി സഹായം നിങ്ങൾക്ക് തൂഫാന് കിട്ടുന്നതാണോ സുധാകരൻ ഉദ്ദേശിച്ചത്? അങ്ങനെയുണ്ടല്ലോ. അല്ല, അങ്ങനെയാണെങ്കിൽ അത് ആഭ്യന്തരവും അപ്പൊ പോലീസിനെ അറിയിക്കണം. അങ്ങനെയാണെങ്കിൽ പോലീസിനെ അറിയിച്ചിട്ട് ഇവരുടെ കൂടി സഹായം നിങ്ങൾക്ക് മേടിക്കാം. തീർച്ചയായും. ഇപ്പോൾ ചില ഇംഗ്ലീഷ് സീരിയൽ, മറ്റേ സീരിയലിലൊക്കെ ഉണ്ടല്ലോ, കള്ളന്മാരെ വെച്ചാൽ വലിയ വില്ലന്മാരെ കൂടെ കൊണ്ടുവന്ന് പോലീസ് മറ്റുള്ളവരെ പിടിക്കാൻ സഹായിക്കുന്ന ചില സീരിയലൊക്കെ ഞാൻ മലയാളത്തിൽ നമ്മൾ പറയാറില്ല, മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാൻ. പക്ഷേ അങ്ങനെയാണെങ്കിൽ അത് പോലീസുമായുള്ള കൃത്യമായ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്താണ്. ഞങ്ങൾ ഇവരെ വിളിക്കുന്നുണ്ട്, ഇവരെ മോണിറ്റർ ചെയ്യണം, ഇവർ സംശയാസ്പദമുള്ള ആളുകളാണ്, പക്ഷെ ഇവരുടെ സഹായം നമുക്ക് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കണ്ടതെന്താ? അത് കഴിഞ്ഞ് അവർ പോയി ഗുണ്ടാപ്പണി ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പോയി ഗുണ്ടാപ്പണി ചെയ്യുന്ന, അത് കഴിഞ്ഞ് പോയി ഗുണ്ടാപ്പണി ചെയ്യുന്നവർ പിന്നെ എന്തിനാണ് സുധാകരൻ വിളിച്ചിരുത്തിയത്? അപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞത് 100% ശരിയാണ്. കാരണം ഞങ്ങൾക്കിത് അറിയില്ല. ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിതൃത്വം കോൺഗ്രസ് ഏറ്റെടുക്കുന്നില്ല, ഗവൺമെന്റ് ഏറ്റെടുക്കുന്നില്ല. മാത്രമല്ല, ഇനി ഇത് അട്ടിമറിക്കാനാണ് സുധാകരൻ ചെയ്യുന്നതെങ്കിൽ സുധാകരനെതിരെ പാർട്ടി നടപടി തന്നെ വേണം. കാരണം ഇത്രയും ഗംഭീരമായൊരു പരിപാടി സർക്കാർ മുമ്പോട്ട് പോകുമ്പോൾ അത് അട്ടിമറിക്കാൻ വേണ്ടിയാണോ ചെയ്യുന്നത്? അത് അതിനെ മോശമാക്കാനാണോ ഇത് ചെയ്യുന്നത്? തീർച്ചയായും ഇപ്പൊ തന്നെ അത് പ്രതിപക്ഷ കക്ഷികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. കാരണം ഇത്രത്തോളം സർക്കാരിന് ഒരു പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയായി പോയി സുധാകരൻ. അല്ല, അതാ ഞാൻ പറഞ്ഞു, അത് സുധാകരനെതിരെ രാഷ്ട്രീയമായ നടപടി തന്നെ വേണം, പാർട്ടി നടപടി തന്നെ വേണം. കാരണം സുധാകരനും ഇതിന് ഉത്തരം പറയണം. സുധാകരൻ പാർട്ടിയോടെങ്കിലും അതിൻ്റെ ഉത്തരം പറഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ ഇത് അട്ടിമറിക്കാൻ
ഇനി ഈ ഗവൺമെന്റ് തന്നെ അട്ടിമറിക്കാനാണ് സുധാകരന്റെ ശ്രമമെങ്കിൽ അത് വേറെ വിഷയം. അപ്പോഴും പാർട്ടിക്ക് അതിന് ഉത്തരവാദിത്വമുണ്ട്. അല്ല സാർ, ഇപ്പം ഞാൻ ഇതിലൂടെ സംശയിക്കുന്ന ഒരു കാര്യം, ഈ വി ഡി സതീശൻ എന്ന നേതാവ് ഒരു കാരണവശാലും ഈ കേരളത്തിന്റെ ഭരണസാരഥിയായി ഇരിക്കുന്നത് സുധാകരന് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയല്ല. രാഷ്ട്രീയം നമുക്ക് തുറന്നു പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. കാരണം ഈ സുധാകരൻ KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് തന്നെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും തമ്മിൽ പൊതുവേദിയിൽ മൈക്കിന് വരെ പിടികൂടുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അന്ന് വി ഡി സതീശൻ അത് പറഞ്ഞത് ഞാൻ സംസാരിക്കട്ടെ എന്ന് സുധാകരനും, സുധാകരൻ സംസാരിക്കട്ടെ എന്ന് ഞാനും പറഞ്ഞതുകൊണ്ടാണത് തർക്കം എന്ന് മാധ്യമങ്ങൾക്ക് തോന്നിയത്. പക്ഷെ അതല്ല. പക്ഷെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം സതീശനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള വ്യഗ്രതയായിരുന്നു എപ്പോഴും സുധാകരൻ തന്റെ സീനിയോറിറ്റി മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞിരുന്നത്. പക്ഷെ എന്തുകൊണ്ടോ സുധാകരൻ അർഹിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസിൽ ഒരു സ്ഥാനം ഇപ്പോൾ കേരളത്തിൽ കിട്ടിയില്ല, അല്ലെങ്കിൽ കിട്ടുന്നില്ല എന്നുള്ള ആ ഒരു ഇച്ഛാഭംഗത്തിൽ നിന്നാണോ ഇപ്പോൾ സതീശനെതിരെ കൂടി എന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള ഇത്തരം പ്രവർത്തനങ്ങളുമായി സുധാകരൻ ഇറങ്ങിയിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ സുധാകരന് ഇനി ഈ MP സ്ഥാനത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? കേരളത്തിൽ കോൺഗ്രസിൽ തന്നെ സുധാകരന്റെ സ്ഥാനം പരിങ്ങില്ലാവില്ലേ? ഞാൻ ഷുവറായിട്ടും സുധാകരന്റെ സ്ഥാനം കോൺഗ്രസിൽ പരിങ്ങലിലായി. 2026 സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ സുധാകരന്റെ സ്ഥാനം പരിങ്ങലിലായി. കണ്ണൂർ മണ്ഡലത്തിൽ ആര് സ്ഥാനാർത്ഥിയാവണമെന്ന് സുധാകരൻ പറഞ്ഞു, അയാളല്ല സ്ഥാനാർത്ഥിയായത്. ആരാവരുതെന്ന് പറഞ്ഞു, അതിൽ സ്ഥാനാർത്ഥിയായി. മാത്രമല്ല, നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ സുധാകരൻ അങ്ങനെ എന്തെങ്കിലും ആ പരിസരങ്ങളിൽ ഒരു രാഷ്ട്രീയ സ്വാധീനം അത് വോട്ടിങ്ങിൽ കാണിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കണ്ണൂരിൽ കോൺഗ്രസിന് ഇത്ര കണ്ട് വിജയം നേടാൻ സാധിക്കില്ലായിരുന്നു. അല്ല, അത് മാത്രമല്ല, അന്ന് പത്രങ്ങളും മാധ്യമങ്ങളും അന്നത്തെ ഭരണപക്ഷമായിരുന്ന CPM LDF പറഞ്ഞിരുന്നത് പേരാവൂരിൽ സുധാകരന്റെ ഇമ്പാക്ട് കൊണ്ട് ശൈലജ ടീച്ചർ ജയിക്കാൻ പോകണം, സണ്ണി ജോസഫ് തോൽക്കുമെന്ന്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അല്ല, ശൈലജ ടീച്ചറിനെ പോലുള്ള CPM-ന്റെ ഒരു തലമുതിർന്ന നേതാവ് അവിടെ വലിയ പരാജയമായി പോയി എന്നുള്ളതാണ്. അല്ല, അതാ പറഞ്ഞേ. സുധാകരന്റെ പിന്തുണ കിട്ടി ജയിക്കുമെന്നൊരു വാദം ഒരു വലിയ വിഭാഗം ആളുകൾ മുന്നോട്ട് വെച്ചിരുന്നു. സുധാകരന് വലിയ ഫോളോയിങ് ഉണ്ട് പേരാവൂരിൽ, അവരെല്ലാം ശൈലജ ടീച്ചർ വോട്ട് ചെയ്യും എന്നുള്ള രൂപത്തിലുള്ള വാദമൊക്കെ ഉണ്ടായിരുന്നു. സാർ, കണ്ണൂരിൽ നിന്ന് 6 പേരെങ്കിലും CPM-കാര് ജയിക്കും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത്, സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരന്റെ പഴയ കൺട്രോൾ പോയിരിക്കുന്നു. പാർട്ടിക്കകത്ത് സുധാകരന് കൺട്രോൾ ഇല്ല. ഹൈക്കമാൻഡ് കൃത്യമായി തീരുമാനമെടുത്തിരിക്കുന്നു. സുധാകരനെ അങ്ങനെ മത്സരിപ്പിക്കേണ്ടെന്ന് അടക്കമുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. KPC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സുധാകരന് വരാൻ കഴിയാത്ത, ഇനി ഒരിക്കലും വരാൻ പറ്റില്ല. ഇതിലൊക്കെ പുറമെ ഞാൻ കാണുന്നത് സുധാകരൻ അദ്ദേഹത്തിൻ്റെ റോള് ഏതാണ്ട് അവസാനിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇനി കോൺഗ്രസിലുള്ള റോള് അവസാനിച്ചു എന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നുകയാണ്. അങ്ങനെ തോന്നുമ്പോൾ സുധാകരന് പിന്നെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അതിന്റെ ഫ്രസ്ട്രേഷനിൽ നിന്ന് ഉണ്ടായ ഒരു കാര്യമാണ് ഇതെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. തീർച്ചയായും സാറ് ആദ്യം ഈ ആമുഖത്തിൽ പറഞ്ഞതുപോലെ കാലഹരണപ്പെട്ടൊരു നേതാവായി കോൺഗ്രസ് സുധാകരൻ മാറി എന്ന് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതിനെതിരെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിൽ നിന്നോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ഘടകത്തിൽ നിന്നോ സുധാകരനെതിരെ എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളത് കാത്തിറേണ്ടിയിരിക്കുന്നു. സാർ, നമസ്കാരം.